നമസ്കാരം. മഴക്കാലത്ത് താമരപരഞ്ഞാറ്റിൽ മുങ്ങിക്കിടക്കുന്ന കുറുക്കുത്തുറ മുരുകൻ കോവിൽ പോലെ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്നതും കൊങ്കുനാടിന്റെ രാമേശ്വരം എന്നറിയപ്പെടുന്നതും കാവേരി നദിയുടെ സെന്റർ പോയിന്റ് എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിഗു നട്ടാറ്റീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ഈറോഡ് ജില്ലയിൽ കാങ്കേമ്പാളയം എന്ന സ്ഥലത്ത് കാവേരി ആറ്റിന് ഒത്ത നടുവിലുള്ള ഒരു കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ നട്ടാറ്റീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി, നല്ലനായകി, അന്നപൂർണി എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. മുമ്പ് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ചങ്ങാടത്തിലാണ് എത്തിയിരുന്നത്. ഇന്നിപ്പോൾ ആറ്റുനടുവിലുള്ള ക്ഷേത്രത്തിലേക്ക് മാത്രമായി സ്വകാര്യ വാഹനങ്ങൾക്ക് പോകുവാൻ സർക്കാർ ഒരു പാലം പണിതിട്ടുണ്ട്. കാവേരി നദി ഉദ്ഭവിക്കുന്ന കുടകുമലയിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ സംഗമിക്കുന്ന കാവേരി പൂമ്പട്ടണം വരെയുള്ള സുമാർ 760 കിലോമീറ്റർ ദൂരത്തിന്റെ ഒത്ത നടുവിലും കാവേരി നദിയുടെ വലതുകരയ്ക്കും ഇടതുകരയ്ക്കും നടുവിലായി ദ്വീപ് പോലെ തോന്നിക്കുന്നിടത്താണ് ഓങ്കാര വടിവിലുള്ള നട്ടാറ്റേശ്വർ തിരുക്കോവിൽ എന്നത് അഗസ്ത്യരുടെ മാന്ത്രിക കാവ്യത്തിലുണ്ട്. കാവേരി നദിയുടെ സെന്റർ പോയിന്റ് ആണ് ക്ഷേത്രഗോപുരം എന്നത് സാറ്റലൈറ്റ് മൂലവും തെളിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള മൂലവരെ അഗസ്ത്യ മഹർഷി ബ്രഹ്മഹത്യാ ദോഷം മാറാൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് ഐതിഹ്യം. പതഞ്ജലി, വ്യാഘ്രപാദ മഹർഷിമാരുടെ പാദം പതിഞ്ഞ ഈ ക്ഷേത്രം കൊങ്കുനാട്ട് പഞ്ചഭൂത സ്ഥലങ്ങളിൽ പൃഥ്വിസ്ഥലമാണ്. ഈ ക്ഷേത്രത്തിൽ പാറയിൽ ക്ഷേത്രത്തിന്റെ സ്ഥലവൃക്ഷം അത്തിമരം കാലാകാലങ്ങളായി നിലനിൽക്കുന്നു. ഇതിൽ പുതിയ ചില്ലകൾ വരുന്നില്ല എന്നതാണ് അതിശയം. കാവേരിയിൽ എത്ര ഘനയടി വെള്ളം വന്നാലും കോവിൽ മുങ്ങാത്ത രീതിയിലാണ് നിർമ്മിതി. ഭഗവാൻ ആറ്റിനടുവിൽ കുടികൊണ്ടിരിക്കുന്നതിനാൽ നട്ടാറ്റീശ്വരർ എന്നും അഗസ്ത്യരാൽ പൂജിക്കപ്പെട്ടവർ എന്നതിനാൽ അഗസ്തീശ്വരർ എന്ന നാമവും മൂലവർക്ക് വന്നു. ഭഗവാൻ രാശിനായകൻ എന്നർത്ഥത്തിൽ എല്ലാ രാശിക്കാർക്കുമുള്ള നക്ഷത്രവൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. ഭക്തർ അവരവരുടെ നക്ഷത്രവൃക്ഷങ്ങളെ വണങ്ങിയ ശേഷം ഭഗവാനെ ദർശിക്കുന്ന പഴക്കം തുടർന്നു വരുന്നു. ഇവിടെയുള്ള ശ്രീമുരുകന്റെ പ്രതിഷ്ഠ വലതുകാൽ മുന്നോട്ടെടുത്തു വെച്ച് നടക്കാൻ തുടങ്ങുന്നത് പോലെയാണ്. ഇടതു കൈയിൽ കിളിയുമുണ്ട്. അഗസ്ത്യ മഹർഷി ഇവിടെ ഭഗവാനെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ എതിരേൽക്കാൻ നിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. തെക്ക് ദർശനമായി ബ്രഹ്മചാരിയായി നിൽക്കുന്ന ഈ മുരുകപ്രതിഷ്ഠ തകപ്പൻ സ്വാമി എന്ന ജ്ഞാനസ്കന്ദന്റെ ജ്ഞാനസ്വരൂപമായി പറയപ്പെടുന്നു. കാങ്കേമ്പാളയം എന്ന ശ്രീമുരുകന്റെ പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. കൈലാസത്തിൽ നടന്ന ശിവപാർവതിമാരുടെ വിവാഹം ദർശിക്കാൻ സകല ദേവലോകവാസികളും ഋഷീശ്വരന്മാരും എത്തിയപ്പോൾ ഭൂമിയുടെ വടക്ക് ഭാഗം താഴ്ന്ന് തെക്കുഭാഗം ഉയർന്നു. ഭൂമിയുടെ സന്തുലനാവസ്ഥ ശരിയാക്കാൻ ശ്രീപരമേശ്വരൻ അഗസ്ത്യ മഹർഷിയെ തെക്ക് ദിശയിലേക്ക് അയച്ചു. ഈശന്റെയും ഉമയമ്മയുടെയും വിവാഹം തനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്ന് അഗസ്ത്യ മഹർഷി ആശങ്കപ്പെട്ടപ്പോൾ അഗസ്ത്യർ ഇരിക്കുന്നിടത്ത് തിരുമണക്കോലത്തിൽ ദർശനം തരാമെന്ന് ഭഗവാൻ സമാധാനിപ്പിച്ചു. ഭൂമിയുടെ തുലനം ശരിയാക്കാൻ തെക്കിലേക്ക് പോകുന്ന അഗസ്ത്യരോട് കൂട്ടത്തിൽ 5 കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞേൽപ്പിച്ചു. അതിൽ രണ്ടാമത്തേതാണ് നട്ടാറ്റീശ്വരർ ശിവസ്ത്രത്തെ ഉണ്ടാക്കുന്നത് എന്നാണ് പുരാണങ്ങൾ. ഈ ജോലികളിൽ ആദ്യത്തേത് കുടകിൽ വടക്ക് നോക്കി ഒഴുകുന്ന കാവേരി നദിയെ തെക്ക് ദിശയിലേക്ക് ഒഴുക്കുക എന്നതാണ്. അതേസമയം ശൂരപത്മന്റെ ആക്രമണങ്ങളിൽ ഭയന്ന് ദേവന്മാർ സീർഗാഴിയിൽ ഒളിച്ചു താമസിച്ചിരുന്ന വേളയിൽ ജലമില്ലാതെ കഷ്ടപ്പെട്ടതിനാൽ അവർ വിനായകരെ പ്രാർത്ഥിച്ച് അഗസ്ത്യരുടെ കമണ്ഡലൂരിലെ ജലം ഭൂമിയിൽ ഒഴുക്കാൻ അഭ്യർത്ഥിച്ചു. അഗസ്ത്യർ യാത്ര ചെയ്ത കുടകുമല വഴിയിൽ ഒരു ഇടയന്റെ രൂപത്തിലെത്തി വിനായകർ താൻ നീരാടി വരുന്നത് വരെ കമണ്ഡലു താഴെ വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യർ ഇടയനെ കമണ്ഡലു ഏൽപ്പിച്ചു. സന്ധ്യ മയങ്ങുന്നു, വേഗം വരണം, ഞാൻ 3 പ്രാവശ്യം വിളിക്കും, വരാത്ത പക്ഷം കമണ്ഡലു തറയിൽ വയ്ക്കും എന്ന നിബന്ധനയോടെ ഇടയൻ കമണ്ഡലു ഏറ്റുവാങ്ങി. അഗസ്ത്യർ പോയി അല്പനേരത്തിനുള്ളിൽ തന്നെ ഇടയൻ 3 പ്രാവശ്യം വിളിച്ച് കമണ്ഡലു തറയിൽ വെച്ചു. പൂജ കഴിഞ്ഞെത്തിയ അഗസ്ത്യർ കമണ്ഡലു തറയിൽ വെച്ചിരിക്കുന്നത് കണ്ട് ഇടയന്റെ തലയിൽ ഒരു കൊട്ടുകൊടുത്തു. ഉടനെ ഇടയൻ കാക്കയായി മാറി കമണ്ഡലുവിലെ ജലം തട്ടിമറിച്ചു. ആ നീർ മലമുകളിൽ നിന്ന് നദിയായി ഒഴുകിയതാണ് കാവേരി. ഉടനെ വിനായകർ സ്വന്തം രൂപത്തിൽ അഗസ്ത്യ മഹർഷിക്ക് ദർശനം കൊടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. കാവേരി ഒഴുകിയ വഴിയിൽ ധാരാളം ശിവസ്ഥലങ്ങളുണ്ട്. അവയെല്ലാം ദർശിച്ചപടി അഗസ്ത്യർ പൊതികമലയിലേക്ക് ചെന്നു. അപ്പോൾ വഴിയിൽ വാതാപി, വിൽവലൻ എന്ന വഴിപോക്കരെ കൊന്നു ഭക്ഷിക്കുന്ന മന്ത്രശക്തിയുള്ള 2 അസുരന്മാർ അഗസ്ത്യമുനി വരുന്നത് കണ്ട് അദ്ദേഹത്തെയും ഭക്ഷിക്കാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ വാതാപി ഒരു മാമ്പഴമായി മാറി. വിൽവലൻ ഒരു ശിവഭക്തന്റെ രൂപത്തിൽ ആ മാമ്പഴവും എടുത്തുകൊണ്ട് അഗസ്ത്യരുടെ അടുത്ത് ചെന്ന് മാമ്പഴം കൊടുത്തുകൊണ്ട് മുനീശ്വര, താങ്കൾ എന്റെ ഉപചാരം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. ജ്ഞാനദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ അഗസ്ത്യർ ആ മാമ്പഴം വാങ്ങി ഭക്ഷിച്ചു. ഉടനെ വിൽവലൻ വാതാപി പുറത്തു വരാൻ മന്ത്രം ജപിച്ചു. പക്ഷേ അഗസ്ത്യർ തന്റെ വയർ തടവി വാതാപി ജീർണോദ്ഭവ എന്ന മന്ത്രം ഉച്ചരിച്ചു. അതോടെ വാതാപി അഗസ്ത്യരുടെ ഉദരത്തിൽ ദഹിച്ചുപോയി. ഇത് കണ്ട വിൽവലൻ സ്വന്തം രൂപത്തിൽ അഗസ്ത്യരെ ആക്രമിക്കാൻ ചെന്നു. അഗസ്ത്യർ വിൽവലനെയും ബ്രഹ്മാസ്ത്ര മന്ത്രത്താൽ വധിച്ച് ആ പ്രദേശത്തുള്ള ജനങ്ങളെ രക്ഷിച്ചു. ഈ അസുരന്മാർ ദുർവാസാവ് മഹർഷിയുടെയും അജമുഖി എന്ന അസുരസ്ത്രീയുടെയും പുത്രന്മാരാണെന്നാണ് പുരാണങ്ങളിൽ പരാമർശം. അസുരന്മാരെ വധിച്ചതിനാൽ ബ്രഹ്മഹത്യാദോഷം ഏർപ്പെട്ട അഗസ്ത്യർ കാവേരിയാറ്റിന്റെ നടുവിലുള്ള ഈ കുന്നുകണ്ട് ഇവിടെ എത്തി മണൽ കൊണ്ടൊരു ശിവലിംഗം സൃഷ്ടിച്ച് രുദ്രാക്ഷമാല ചാർത്തി കമ്പ് ധാന്യം സമർപ്പിച്ച് 12 നാൾ തുടർച്ചയായി പൂജ ചെയ്തു.
മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഉമയോടൊപ്പം തിരുമണക്കോലത്തിൽ ദർശനം കൊടുത്തതോടൊപ്പം മഹർഷിയുടെ ബ്രഹ്മഹത്യാ ദോഷവും മാറ്റി ഇവിടെ കുടികൊണ്ടു. അഗസ്ത്യർ പൂജ ചെയ്ത 12 ദിവസത്തിൽ അവസാന ദിവസം ചിത്തിര 1-ാം തീയതി. അന്ന് ക്ഷേത്രത്തിൽ ഭഗവാന് തൈർ കലർന്ന കമ്പങ്കൂൾ നിവേദിക്കുന്നു. അഗസ്ത്യ മഹർഷിയെ പോലെ 12 നാൾ തുടർച്ചയായി ക്ഷേത്രത്തിലെത്തി നെയ്ദീപം തെളിയിച്ച് ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിച്ചാൽ വിവാഹഭാഗ്യം നിശ്ചയമെന്നാണ് വിശ്വാസം. അഗസ്ത്യ മഹർഷി ശിവഭഗവാൻ ഏൽപ്പിച്ച 2ാമത്തെ ജോലി ഇവിടെ നിറവേറ്റി. 3ാമത്തെ ജോലി തെന്മധുരയിൽ സംഘത്തമിഴ് വളർത്തുന്നതും 4ാമത്തെ ജോലി രാവണന്റെ ഗർവിന് ഭംഗം വരുത്തിയത് തിരുപ്പുല്ലാനിയിലും 5ാമത്തെ ജോലി പൊതികമലയിൽ ആശ്രമം നിർമ്മിച്ച് വൈദ്യശാസ്ത്രം വളർത്തുന്നതും നിറവേറ്റിയതായാണ് പുരാണങ്ങളിൽ പരാമർശം. അതിനുശേഷം ആകാശ സഞ്ചാരത്തിനായി ഗഗനമാർഗ ഗുളിക എന്ന മരുന്ന് കണ്ടുപിടിച്ച് വീണ്ടും ഇവിടെ മുരുകന്റെ അടുത്തെത്തി അത് പരിശോധനയ്ക്ക് നൽകിയെന്നും പിന്നീട് മുരുകന്റെ ആശീർവാദ പ്രകാരം ഉടൽ കൈലാസത്തിലും ജീവൻ ചന്ദ്രഗിരി മലയിലും സൂക്ഷ്മ ശരീരം ഇവിടെയും വിട്ട് മുക്തിയടഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് രാമേശ്വരം ക്ഷേത്രത്തിന് മുമ്പുണ്ടായിരുന്ന കോവിലാണെന്നതിന് തർക്കമില്ല. കാരണം ഇവിടെ നിന്നാണ് രാവണന്റെ ഗർവ് അടക്കാൻ അഗസ്ത്യർ പുറപ്പെട്ടത്. രാവണ നിഗ്രഹത്തിന് ശേഷമാണല്ലോ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഉദ്ഭവം. രാമേശ്വരത്ത് സീതാമാതാവ് മണൽലിംഗം പ്രതിഷ്ഠിച്ചതുപോലെ ഇവിടെ അഗസ്ത്യർ മണൽലിംഗം പ്രതിഷ്ഠിച്ചു. ഇതൊരു പിതൃദോഷ പരിഹാര സ്ഥലവും കൂടെ. നട്ടാട്രീശ്വരർ ശിവക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻവശത്ത് സ്ഥലവൃക്ഷവും വിനായകരും. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 തട്ടിലായാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ഒരു മണ്ഡപത്തിൽ നിന്നാൽ കുന്നിന്റെ ഒരു ഭാഗം കാണാം. ക്ഷേത്രം മുൻവശത്ത് തന്നെ പടികൾ. നടുവിലായിട്ടാണ് 3 നിലയുള്ള കിഴക്ക് ദർശനമായുള്ള രാജഗോപുരവും കൊടിമരവും. കാവേരിയാറ്റിന്റെ നടുവിലുള്ള ശാന്തസുന്ദരമായ ക്ഷേത്രമാണിത്. രാമായണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്ന നട്രാട്ടീശ്വരർ തിരുക്കോവിൽ സുന്ദരപാണ്ഡ്യൻ പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. രാജരാജ ചോഴന്റെ കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ നന്ദവനവും ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഭക്തർക്ക് ചങ്ങാടത്തിൽ കാവേരിയാറ്റിൽ ഉല്ലസിക്കാനും സൗകര്യമുണ്ട്. ക്ഷേത്രത്തിന്റെ താഴെത്തട്ടിൽ മേൽ ഇരുകരങ്ങളിൽ മലരോടെയും കീഴ് ഇരുകരങ്ങൾ അഭയവരദ മുദ്രയോടെയും അമ്പാൾ നല്ല നായികി എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ഭക്തർക്ക് നല്ല ഫലങ്ങൾ നൽകുന്നതിനാലാണ് ദേവിക്ക് നാമം വന്നത്. ക്ഷേത്രത്തിന്റെ മുകളിലെ തട്ടിൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ ശിവഭഗവാൻ നട്ടാട്രീശ്വരർ എന്ന നാമത്തിൽ മണൽലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഐതിഹ്യപ്രകാരം അഗസ്ത്യർ ഐക്യമായ ശിവലിംഗമാണിത്. ഇന്നും അഗസ്ത്യ മഹർഷി സൂക്ഷ്മരൂപത്തിൽ ഭഗവാനെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. ഭഗവാനും ദേവിയും തിരുമണക്കോലത്തിൽ ഭക്തർക്ക് ദർശനം തരുന്നു. തമിഴ് പുതുവർഷത്തിനും കാർത്തിക അവസാന തിങ്കളാഴ്ചയും സ്വാമിക്കും ആടിപ്പൂരത്തിന് അമ്പാൾക്കും ക്ഷേത്രത്തിൽ 108 ശങ്കാൽ അഭിഷേകം നടക്കുന്നു. കാവേരിയെ കമണ്ടലുവിൽ കൊണ്ടുവന്ന അഗസ്ത്യ മഹർഷിക്കും വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന്റെ കീഴ്ത്തളത്തിലുള്ള പിള്ളയാറെ ദർശിച്ച് ശിവസന്നിധിക്ക് വലമായി വന്നാൽ ആ പാത ഓ എന്ന വടിവിലും കീഴ്ത്തളത്തിലുള്ള അമ്പാളെ ദർശിച്ച് മുരുകൻ സന്നിധിക്ക് വന്നാൽ ആ പാത മാ എന്ന വടിവിലും കാണാം. ആകയാൽ ഈ ക്ഷേത്രം ഓംകാരം എന്ന പ്രണവ വടിവിൽ എന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര ഐതിഹ്യങ്ങളെല്ലാം ക്ഷേത്രത്തിൽ മനോഹരമായി പെയിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളല്ലാതെ ദുർഗ, ബ്രഹ്മാവ്, ദക്ഷിണാമൂർത്തി, നവഗ്രഹങ്ങൾ, ചണ്ഡികേശ്വരർ, നാൽവർ, ചന്ദ്രൻ, സൂര്യൻ, ഭൈരവർ, നടരാജർ, ശിവഗാമിയമ്മൻ, അഗസ്ത്യർ, പതഞ്ജലി, വ്യാഘ്രപാദ മഹർഷികൾ, ശനീശ്വരൻ, കാവേരികണ്ഠ വിനായകർ, ശ്രീമുരുകൻ, ഭൂദേവി ശ്രീദേവി സമേത വീരനാരായണ പെരുമാൾ എന്നിവരും ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട്. ക്ഷേത്രവൃക്ഷം അത്തിമരം. ക്ഷേത്രതീർത്ഥം കാവേരി നദി. ആഗമവിധി പ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ആടി 18, മഹാശിവരാത്രി, തൈപ്പൂയം, ആരുദ്ര ദർശനം, പങ്കുനി ഉത്രം, കന്ദഷഷ്ടി, അമാവാസി, പ്രദോഷം, കാർത്തിക എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കരൂരിൽ നിന്ന് 52 കിലോമീറ്റർ, ഈ റോഡിൽ നിന്ന് 10 കിലോമീറ്റർ, ചാവടിപാളയം 4 റോഡിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഈ റോഡ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.